ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ആകാശത്തിലെ മാരക നദികൾ. കുറേ നാളുകളായി മഴക്കാലത്ത് നമ്മൾ പറഞ്ഞു പോരാറുള്ള ഒരു കാര്യമാണ്, എന്തേ ഇങ്ങനെ പെരുകുന്ന മഴ. പണ്ടൊന്നും മഴക്കാലത്ത് ഒരു മഴയത്ത് ഇത്രയും വെള്ളം മുകളിൽ നിന്നും താഴേക്ക് വരാറില്ലല്ലോ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വെള്ളം എവിടെ നിന്നാണ് ഈ വരുന്നത്? മേഘവിസ്ഫോടനം എന്നുള്ള പേര് പോലും ഇത്രയും കാലം മഴകൾ ആസ്വദിച്ച, മഴ കൊണ്ട, പ്രളയങ്ങൾ കണ്ട മലയാളി കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പതിവായി നാം കേൾക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് കുറഞ്ഞ സമയത്തുള്ള മഴയത്ത് ഇത്രയും അധികം വെള്ളം മുകളിൽ നിന്ന് വരുന്നു എന്നുള്ളത്? ഇത് കേരളത്തിൽ മാത്രമല്ല, ഇത് ബോംബെയിലെ ആളുകൾ ഇപ്പോൾ ചോദിക്കാറുണ്ട്. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലുമൊക്കെ പതിവായി മഴ ലഭിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ മാത്രമല്ല, പസഫിക് തീരങ്ങളിലും മെക്സിക്കോയിലും സ്പെയിനിലും കടൽ തീര നഗരങ്ങളിലും മഴ ലഭിക്കുന്ന ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമായി മാറിയിരിക്കുന്നു, എന്തേ ഇത്ര വെള്ളം, എന്തേ ചെറിയ മഴയത്തും ഇത്രയും വെള്ളം എന്നുള്ളത്. ഈ ഒരു പ്രശ്നമാണ്, ഈ ഒരു വിഷയമാണ് ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് ദിനപത്രത്തിൽ നവംബർ 7-ാം തീയതി, അതായത് ഈ വെള്ളിയാഴ്ച വന്ന ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഭാഗമായി കുറേ ശാസ്ത്രകാരന്മാർ എഴുതിയിരിക്കുന്ന ഒരു വലിയ ലേഖനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്രം ഈ പഠന റിപ്പോർട്ടിന് അച്ചടിച്ചപ്പോൾ ഈ പഠന റിപ്പോർട്ടിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഡെഡ്ലി റിവേഴ്സ് ഇൻ ദി സ്കൈ എന്നുള്ളതാണ്. ആകാശത്തിലെ മാരക നദികൾ എന്നാണ്. ഇതൊരു പുതിയ പ്രതിഭാസമാണ്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബെൻ നോൾ, സാറ കപ്ലാൻ, നിക്കോ കൊമൻഡ, കെവിൻ ക്രോവ്, ജോൺ മുഷ്കെൻസ് എന്നിവർ എഴുതിയ ലേഖനമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഡെഡ്ലി റിവേഴ്സ് ഇൻ ദി സ്കൈ. ഒരു പക്ഷിയുടെ ശരീരത്തിൽ തൂവലുകളുടെ വിവിധ അടരുകൾ പൊതിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കടലുകളുടെയും മുകളിലുള്ള മേഘങ്ങൾക്ക് ചുറ്റും ഈർപ്പത്തിൻ്റെ വിവിധ അടരുകൾ പൊതിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പക്ഷിയുടെ ഒരു ലെയർ അല്ലല്ലോ പക്ഷിയുടെ തൂവൽ എന്ന് പറയുന്നത്. വിവിധ ലെയറുകളായിട്ട് ഈ തൂവലുകൾ പൊതിയുന്നത് പോലെ ഇപ്പോൾ ലോകത്തിലെ എല്ലാ കടലുകളുടെയും മുകളിലുള്ള മേഘങ്ങളുടെ ചുറ്റും ഈർപ്പത്തിൻ്റെ തൂവലുകൾ പൊതിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഈർപ്പത്തിൻ്റെ ഈ മഹാശേഖരങ്ങൾ ചിലപ്പോൾ ചെറിയ മഴകളായിട്ട് പെയ്യാം, ചിലപ്പോൾ മഹാപ്രളയമായിട്ടും പെയ്തിറങ്ങാം. ഇക്കഴിഞ്ഞ കൊല്ലം 2024 തന്നെ ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ലോകത്തിലെമ്പാടും മഹാപ്രളയങ്ങളും മഹാമാരികളും ഉണ്ടായി. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ആ മഴകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് വാഷിംഗ്ടൺ പോസ്റ്റ് നമ്മുടെ ആകാശത്തെ മാരക നദികൾ എന്ന ഈ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പഠനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഈർപ്പമേഘങ്ങളുടെ, ഈ ഈർപ്പശേഖരത്തിൻ്റെ വ്യാപനവും വലുപ്പവും വളരെ വേഗത്തിലുള്ള സഞ്ചാരവും ഉണ്ടാകുവാനുള്ള കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് എന്നാണ്. ഏറ്റവും ആധുനികമായ ഊഷ്മമാപിനികളും കാലാവസ്ഥാ വിവര ശേഖരണത്തിനുള്ള ഏറ്റവും പുതിയ ഡേറ്റ ഇൻഫർമേഷൻ കളക്ഷൻ എക്യുപ്മെൻറ്റ്സും പഠന സാമഗ്രികളും എല്ലാം ഉപയോഗിച്ചാണ് ഈ വിപുലമായ പഠനം ഈ സംഘം നടത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ ഈർപ്പ ശേഖരം, ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള പൂർവാധികം വേഗത്തിലും ശക്തിയിലും വലുപ്പത്തിലുമുള്ള ഈർപ്പശേഖരങ്ങൾ കടലുകൾക്ക് മുകളിൽ ഉണ്ടാകുന്നു എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്കുള്ള വലിയ മഹാമാരികളുടെ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം പെയ്തിറങ്ങുക എന്ന പ്രതിഭാസത്തിനും കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ 85 വർഷങ്ങളിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അംശം 12% കണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയ കണക്ക് പോലെ നിങ്ങൾക്ക് തോന്നാം.
ഈർപ്പത്തിൻ്റെ അംശം 12% കണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ വർധനവിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഈ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. 35 മിസിസിപ്പി നദികൾ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള മിസിസിപ്പി നദിയെക്കുറിച്ച്. 35 മിസിസിപ്പി നദികൾ അന്തരീക്ഷത്തിലൂടെ ഓരോ സെക്കൻഡിലും ഒഴുകുകയാണെങ്കിൽ അത്രയും ജലമാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 12% ഈർപ്പത്തിൻ്റെ വർധനവ്. അത് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് എടുത്താൽ ഒരു 100 ഗംഗാ നദികൾ ഒരു സെക്കൻഡിൽ ഒഴുകി പോവുകയാണെങ്കിൽ, ഗംഗാ നദിയിലെ മുഴുവൻ വെള്ളവും ഒരു ഗംഗാനദിയിലെ വെള്ളം മുഴുവൻ, അങ്ങനെയുള്ള 100 ഗംഗാ നദികളിലെ വെള്ളം ഒരു സെക്കൻഡിൽ ഒഴുകി പോവുകയാണെങ്കിൽ അതാണ് ഈ ഈർപ്പത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ 1000 ഭാരതപ്പുഴ, പ്രളയകാലത്തെ ഭാരതപ്പുഴ, അങ്ങനെ 1000 ഭാരതപ്പുഴയിലെ വെള്ളം ഒരു സെക്കൻഡിൽ ഒഴുകിപ്പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ വർധനവാണ് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള കാരണം കാലാവസ്ഥാ വ്യതിയാനവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഈർപ്പത്തിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ മുകളിൽ അന്തരീക്ഷത്തിൽ ഈക്വലായിട്ട് സമാനമായിട്ട് വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയല്ല എന്നുള്ളതാണ്. അത് ചില ഭാഗങ്ങളിൽ വർദ്ധിച്ച തോതിലാണ്. അതിലൊരു പ്രദേശമാണ് കേരളം, അതിലൊരു പ്രദേശമാണ് ഹിമാലയ പ്രദേശങ്ങളായിട്ടുള്ള ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും കാശ്മീരുമൊക്കെ. അത്തരം പ്രദേശങ്ങൾ, സ്പെയിൻ അത്തരമൊരു പ്രദേശമാണ്. ഇങ്ങനെ ഉള്ള വിവിധമായിട്ടുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ തോതിൽ ഈ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ തോത് വർദ്ധിച്ചിരിക്കുകയാണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഈർപ്പശേഖരണം ഉണ്ടാകുന്നതെന്ന് അറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനകം ആണ് ഇൻ്റഗ്രേറ്റഡ് വേപ്പർ ട്രാൻസ്പോർട്ട്, IVT എന്ന് പറയുന്നത്. 1990-കൾക്ക് ശേഷം IVTയിൽ വലിയ വർധനയാണ് ഭൂമുഖത്ത് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലും പ്രത്യേകിച്ച് ഹിമാലയ പ്രാന്തപ്രദേശങ്ങളിലും 1990-കൾക്ക് ശേഷം 10% അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അളകനന്ദ കോപിക്കുമ്പോൾ, ഗംഗാനദി കോപിക്കുമ്പോൾ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം മേഘവിസ്ഫോടനങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. 100 ഗംഗാനദികൾ ഒരു സെക്കൻഡിൽ ഒഴുകി ഇറങ്ങുന്നത് ആലോചിച്ച് നോക്കിക്കേ. വെള്ളത്തിൻ്റെ ശക്തി, പ്രളയത്തിൻ്റെ ശക്തി നാം അനുഭവിച്ചതില്ലേ കേരളത്തിൽ 2018-ൽ. ഹിമാചൽ പ്രദേശിൻ്റെ കാര്യമോ കേരളത്തിൻ്റെ കാര്യമോ മാത്രമല്ല ഞാൻ പറയുന്നത്. വടക്കൻ പസഫിക്കിൽ നിന്നും ആർട്ടിക്കിലേക്കുള്ള ഈർപ്പസഞ്ചാരം വളരെ കൂടുതലായിരിക്കുകയാണ്. വലിയ അളവിലാണ് ഈ വടക്കൻ പസഫിക്കിൽ നിന്നും ആർട്ടിക്കിലേക്കുള്ള ഈ ഈർപ്പ മേഘങ്ങളുടെ സഞ്ചാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മഴയുടെ ശക്തി വർദ്ധിക്കുകയാണ്. നാം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ ഈ മഴയുടെ ശക്തി വർദ്ധിക്കുക എന്നത്. പ്രായപൂർത്തിയായ ഒരാൾ നിലത്ത് ചവിട്ടി നിന്നാൽ 6 ഇഞ്ച് കനത്തിൽ വെള്ളം ഒഴുകിപ്പോയാൽ നമ്മുടെ കാലിടറിപ്പോകും. ശക്തമായ വെള്ളമൊഴുക്കിൽ 6 ഇഞ്ച്. അതുപോലെ തന്നെ 12 ഇഞ്ച് ഉയരത്തിൽ അതിശക്തമായ വെള്ളം ഒഴുകിയാൽ ഒരു കാറ് ഒഴുകിപ്പോകും. ഒക്ടോബർ അവസാനം ജമൈക്കയിൽ ഉണ്ടായ മെല്ലീസ കൊടുങ്കാറ്റ്, നമ്മൾ ആ സമയങ്ങളിൽ പത്രങ്ങളിലെല്ലാം വായിച്ചു കൊണ്ടിരുന്നത് മെല്ലീസ കൊടുങ്കാറ്റിനെ കുറിച്ച്. ഒക്ടോബർ അവസാനം ജമൈക്കയിൽ ഉണ്ടായ മെല്ലീസ കൊടുങ്കാറ്റിനെ ഒരു ഉദാഹരണമായി നോക്കിയാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറ്റ്ലാന്റിക് ചുഴലിവാതങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുണ്ടായ ചുഴലിവാതങ്ങളുടെ ചരിത്രം മുഴുവൻ എടുത്താൽ ഇതുവരെയുണ്ടായ ചുഴലിവാതങ്ങളിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റും മഴയുമായിരുന്നു മെല്ലീസ കൊടുങ്കാറ്റ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെയാണ് 2024 ഒക്ടോബറിൽ ഉണ്ടായ വലൻസിയ കൊടുങ്കാറ്റ്. കഴിഞ്ഞ ഒക്ടോബറിൽ 2024 ഒക്ടോബറിൽ ഉണ്ടായ വലൻസിയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടത്. ഈ സംഘം അത് വളരെ വിശദമായി പഠന വിധേയമാക്കിയിട്ടുണ്ട്. സ്പെയിനിലെ ഏറ്റവും വലിയ നദിയിലുള്ള മുഴുവൻ വെള്ളത്തിൻ്റെയും, സ്പെയിനിലെ ഏറ്റവും വലിയ നദിയിലുള്ള മുഴുവൻ വെള്ളത്തിൻ്റെയും 12.5 ഇരട്ടി വെള്ളമാണ് മേഘമായി വലൻസിയ സ്പെയിനിന് മുകളിൽ എത്തിച്ചതും ആ വെള്ളം മുഴുവൻ പെയ്തിറങ്ങിയതാകട്ടെ വെറും 8 മണിക്കൂറിനുള്ളിലുമാണ്. മഹാനദിയിലെ മുഴുവൻ വെള്ളത്തിൻ്റെ 12.5 ഇരട്ടിയിലധികമുള്ള വെള്ളം
8 മണിക്കൂറുകൾ ഉള്ളിൽ സ്പെയിനിന് മുകളിൽ പെയ്തതാണ് വലൻസിയ കൊടുങ്കാറ്റ് അവിടെ ഉണ്ടാക്കിയ വലിയ നാശനഷ്ടങ്ങൾ. ആകാശങ്ങളിലെ ഈ ഈർപ്പസഞ്ചാരം എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഭൂമിയിലെ പച്ചപ്പിനും ഭൂമിയിലെ ജീവനും എല്ലാം ഉപോദ്ബലകമായി നിന്നത് ഈ ഈർപ്പമേഘങ്ങളുടെ സഞ്ചാരവും മഴയുമൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ മനുഷ്യനുണ്ടാക്കിയ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പുതിയൊരു സാഹചര്യമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തിയിൽ മഴ പെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും അധികം വെള്ളം താഴേക്ക് വരുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ മഹാപ്രളയങ്ങൾ നിന്ന നിൽപ്പിൽ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നാം ഒന്ന് കണ്ണാടിയിൽ നോക്കേണ്ടതാണ്. ഇത് ആധുനിക മനുഷ്യൻ കൂടി നിർമ്മിച്ചതാണ് ഈ പ്രളയങ്ങൾ എന്നുള്ളത്. ആകാശത്തിലെ മാരക നദികൾ എന്ന ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. നവംബർ 7 തീയതി വെള്ളിയാഴ്ച വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഡെഡ്ലി റിവേഴ്സ് ഇൻ ദ സ്കൈ എന്ന പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദില്ലി ദാലി പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് സ്നേഹം. എസ് ഗോപാലകൃഷ്ണൻ. ഇതുവരെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭത്തെ വിജയിപ്പിക്കണമെന്നും സഹകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും കാണാം.